അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുറാദി യാ മുറാദി യാ മുറാദി മുറാദി ഷാ ഖദീറുല്ലാ മുറാദി വശൗഖി അന്ത യാ ഖുതുബുസ് സമാനി വുജൂദി മൽഹറുല്ലാഹി സുൽത്താനി. ഫൗസിയ ടോക്ക് സീരീസിൻ്റെ റംലാനിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മഹാനായ ഖുതുബുസ്സമാൻ മഹാനോട് പറഞ്ഞ ഒരു വാക്കിനാൽ തുടങ്ങാം. മാനോത്ത് ഭഗവാൻ നഹിത്തു പത്തർ. മഹാനോള് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്ന ഒരു വാക്കാണ് മാനോത്ത് ഭഗവാൻ നഹിത്തു പത്തർ. മാനോത്ത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു കല്ലിനെ കണ്ടിട്ട് അത് ദൈവമാണെന്ന് നമ്മളങ്ങ് വിശ്വസിക്കുകയാണെങ്കിൽ അത് ദൈവം തന്നെയാണ്, അല്ലെങ്കിൽ കല്ലാണത്. നമ്മളെ വിശ്വാസമാണ് എല്ലാത്തിലേക്കും എത്തിക്കുന്നത്. യഥാർത്ഥമായിട്ട് ഒന്നിനെ വിശ്വസിക്കുകയാണ്, അത് തന്നെയാണ് അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതെന്ന് ഒരാൾ വിശ്വസിച്ചിട്ട് നീങ്ങുകയാണെങ്കിൽ അത് അള്ളാഹുവിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അതാണ് അതിൻ്റെ യഥാർത്ഥ പൊരുൾ. വിശ്വാസം, നമ്മൾ സത്യവിശ്വാസികളാണ്. അതാണ് വിശ്വാസത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ വിഷയം വരുന്നത്. അല്ലാതെ കർമ്മങ്ങൾ നമ്മൾ പലതും ചെയ്യുന്നുണ്ട്, അതെല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ വിശ്വാസം ഉണ്ടോ അല്ലെങ്കിൽ മുനാഫിക്കാണോ? ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ 300 ചില്ലാണ് മുനാഫിക്കങ്ങൾ ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിക്കുന്ന, കൂടെ നടക്കുന്ന, കൂടെ സംസാരിച്ചിരിക്കുന്ന ആൾക്കാരിൽ 300 ചില്ലാണ് മുനാഫിക്കങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വിശ്വാസത്തിൽ കളങ്കം വന്നു എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസം അത് ഉറച്ചിരിക്കണം. അതാണ് ഈ ഉറപ്പിക്കുന്ന പരിപാടി, അല്ലേ? അതാണ് മാനോത്ത് ഭഗവാൻ നഹിത്തു പത്തർ എന്ന് പറയുന്നത്. നമ്മൾ ഒരു കല്ലിനെ കണ്ടിട്ട് അതാണ്. ഇപ്പോൾ കല്ലിനെ ആരാധിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ ആരാധിക്കുന്ന യഥാർത്ഥമായിട്ട് ദൈവമാണ്, ഇതിന് കഴിവുണ്ടെന്ന് പറഞ്ഞാൽ അത് ദൈവം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ എന്താ, ഇപ്പം നമുക്ക് കാണുന്നെങ്കിൽ അത് വെറും കല്ലാണ്. അപ്പോൾ അതാണ് നമ്മളെ ഉള്ളിൽ എന്ത് വിശ്വസിച്ചിട്ടാണ് മുമ്പോട്ട് നീങ്ങുന്നത് അത് യഥാർത്ഥത്തിൽ എത്തിക്കുന്നതാണ്. അവരൊറ്റ വിശ്വാസത്തിലാണല്ലോ മഹാനവറുകൾ ഇത്രയും മുമ്പോട്ട് നീങ്ങുക. എല്ലാ ഉലിയാക്കന്മാരും തന്നെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അവർ ഇറങ്ങിത്തിരിക്കുന്നത്. ഇപ്പോൾ മഹാനായ റിഫായി ശിഖർ റളിയല്ലാഹു അൻഹുവൊക്കെ കാട്ടിൽ പോയി വത്തീൻ എന്നുള്ള സൂറത്തിൽ മറ്റേ ഒലീവ് മരത്തിനെ ഇഷ്ടപ്പെട്ടു, അതിലേക്ക് അങ്ങ് കെട്ടിപ്പിടിച്ചു. 3 വർഷത്തോളം അതിൽ തന്നെ ഇരുന്നു എന്നാണ്. എന്നിട്ട് അതിൻ്റെ കൊമ്പുകളൊക്കെ, അതിൻ്റെ വേരുകളൊക്കെ ഇപ്പുറത്തേക്കും വളഞ്ഞിട്ടും ചുറ്റിയിട്ടൊക്കെ ലാസ്റ്റ് മരം മുറിച്ചിട്ട് പുറത്തേക്ക് എടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിരുന്നു. അപ്പോൾ അവർ വിശ്വാസം എന്താണോ യഥാർത്ഥമായിട്ട് നീങ്ങുന്നത് അതിലേക്ക് നമ്മൾ എത്തിപ്പെടും. നമ്മൾ വിശ്വാസം ശരിയാക്കണം എന്നുള്ളതാണ്. ഈ വിശ്വാസം ശരിയാക്കുക, വിശ്വാസം ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ വിശ്വാസം ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും അത് ചാഞ്ചല്യം ഉണ്ടാകും. കാരണം ഇതിനെതിരായിട്ട് ഒരു പാർട്ടി വേറെ ഒരു വഴിയിലൂടെ രണ്ട് വരുന്നുണ്ട്. ഒന്ന്, വിശ്വാസം ശരിയാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഖലീഫമാർ കാലാകാലത്തോളം ഉണ്ടാവും. അതിനെതിരായിട്ട് അതിനെ പിഴപ്പിക്കാനും വേണ്ടിയിട്ട് വേറൊരു വഴി ഇബ്ലീസിൻ്റെത് അതേ പാതയിലൂടെ തന്നെ പാരലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരാളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ പിന്തിരിപ്പിക്കാം എന്നുള്ളതാണ് മറ്റേ അവർ ചിന്തിക്കുന്നത്. അവർക്ക് ഈ ലേനത്താക്കപ്പെട്ട ഇബ്ലീസിന്, റീത്താമാർക്ക്, അവർക്ക് ഇത് പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് പല വഴികളുണ്ട്. അവർക്ക് പല അഗ്രഗണ്യന്മാരാണ്, അവർക്ക് ഇൽമുണ്ട്, അവർക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത്രയും വർഷത്തെ ഒരു മനുഷ്യനെ എങ്ങനെ പിഴപ്പിക്കാം. പക്ഷേ അതിലും ഉന്നതമായിട്ട് നമ്മുടെ ഇഖ്ലാസ്, നമ്മൾ നിയ്യത്ത് നന്നാക്കി അള്ളാഹുവിലേക്ക് അടുക്കണം എന്നുള്ള ഒരൊറ്റ നിയ്യത്തോടാണ്, ഇഖ്ലാസോടാണ്. ഇപ്പോൾ ഞാൻ മുമ്പത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, മഹാനായ ഖുതുബുസ്സമാൻ മഹാനോൾ ചെറുപ്പത്തിൽ തന്നെ 16 വയസ്സിലൊക്കെ ലാ റാഹത്തലിൽ മുഅ്മിനീന ലിഖാ റബ്ബി എന്നുള്ള ഒരൊറ്റ ഒരു ഹദീസിൻ്റെ പുറകിൽ അള്ളാഹുവിനെ തേടി ഇറങ്ങി 10 വർഷങ്ങൾ, എത്രയോ വർഷങ്ങൾ കാട്ടിലും മറ്റേ പല റിയാദകളിലും കുറേ വർഷങ്ങളോളം നോമ്പുകളും അങ്ങനെ പല റിയാദകളും വീട്ടിയിട്ട് എന്തിനാന്ന് പറയാൻ ആ ലക്ഷ്യമുണ്ടല്ലോ, അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നുള്ള ആ ലക്ഷ്യത്തിലേക്ക് അവർ നീങ്ങുകയാണ്. അതിൽ നിന്ന് ഏത് തരത്തിലുള്ള പിശാച് വന്ന് അതിൽ പിഴപ്പിക്കാൻ നോക്കിയാലും ഇല്ല, ഞാൻ എൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടേ മടങ്ങൂ എന്നുള്ള ആ ഒരു നിയ്യത്തുണ്ടല്ലോ, ആ ഉറപ്പിലേക്ക് നീങ്ങിയാലും മാത്രമേ അള്ളാഹുവിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളെ പല വഴികളുണ്ട്. ഇപ്പോൾ തരീഖത്ത് എന്ന് പറഞ്ഞാൽ തന്നെ കുറേ ഉണ്ട്. ശരീരത്തിൽ അംഗീകരിക്കുന്ന തന്നെ 10-14 തരീഖത്തോളം ഉണ്ടാവും. എന്നാലും മഹാനായ ഗൗസുൽ ആലം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു കാണിച്ചത് ഈ പരിശുദ്ധ ഖാദിരിയ തരീഖത്ത്, അഥവാ എന്താണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് നൽകി അവരെ സംസ്കരിച്ചെടുത്തത് എന്ന് പറഞ്ഞാൽ, സഹാബത്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അവരെന്തായിരുന്നു, ജാഹിലിയ കാലഘട്ടമായിരുന്നു. ജാഹിലിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? ജാഹിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ജാഹിലിനെ ഉപമിക്കാൻ വേണ്ടിയിട്ട്
നമ്മളിപ്പോൾ എന്താ ഈ ജാഹിലിയ ഘട്ടത്തിൽ ഈ അബൂജാഹിലിനൊക്കെ ഉപയോഗിച്ചിട്ട് പല കഥകളും നമുക്ക് കേട്ടിട്ടുണ്ട്. അവരെ എന്തായിരുന്നു അവരെ ജാഹിലിയത്തിനെ പറ്റി അബൂജാഹിൽ എന്നൊക്കെ പേര് പറയാനൊക്കെ കാരണമുള്ളത്. അപ്പോൾ വേറൊരു ജാഹിലിയത്തിനെ പറ്റി നമ്മൾ ചെറിയ ഉദാഹരണമാണെങ്കിൽ പറയാം. ഈ ജാഹിലിയ കാലഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അന്നേരം രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം നടന്നിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന യുദ്ധമാണ്. വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന ഇവർക്ക് ശരിക്കും അറിയില്ല ഇത് ഇതിൻ്റെ തുടക്കം എന്താണെന്നുള്ള. ഈ യുദ്ധം തുടങ്ങാൻ കാരണം എന്താണെന്നുള്ളത് ഇപ്പോഴത്തെ ഈ രണ്ട് ശത്രുക്കൾക്ക് രണ്ട് വിഭാഗത്തിനും അറിയില്ല ഇതെന്തിനാ. പക്ഷെ നമ്മൾ ശത്രുക്കളാണ് അവർ, അല്ലെങ്കിൽ അവർ ശത്രുക്കളാണ് നമ്മൾ എന്നുള്ള ഒരു രീതിയിൽ മുമ്പേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിൽ നമ്മൾ ഏതെങ്കിലും അയൽ രാജ്യത്തിനെ നമ്മൾ ശത്രുക്കളായി കാണുന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് ശത്രുത തുടങ്ങിയെന്ന് ഇപ്പോഴത്തെ തലമുറക്കാർക്ക് അറിയില്ല. ആ രീതിയിൽ ശത്രുത നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഒരു കുറച്ച് ബുദ്ധിയുള്ള ആൾ ആലോചിച്ച് അതിൻ്റെ ചരിത്രം തിരഞ്ഞെടുത്തപ്പോൾ അതിന് കാരണം കണ്ടുകിട്ടി. എന്താണെന്ന് വെച്ചാൽ ഒരു ഗോത്രത്തിലുള്ള ഒരു ഗോത്രത്തിലുള്ള ഒരു ഒട്ടകം വന്നിട്ട് മറ്റേ ഗോത്രത്തിലെ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചു. ഇതാണ് ആദ്യത്തെ പ്രശ്നത്തിന് കാരണം. അത് തുടങ്ങി പിന്നെ അതിൻ്റെ മേൽ വഴക്കായി, പിന്നെ പ്രശ്നങ്ങളായി, യുദ്ധങ്ങളായി, അങ്ങനെ പിന്നെ കാലാകാലമായിട്ട് അവരെ പാരമ്പര്യം മൊത്തം അവർ ശത്രുക്കളായിട്ട് കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടിരുന്ന ഒരു സമൂഹത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് സംസ്കരിച്ചത് പരിശുദ്ധമായ തൗഹീദ് നൽകിയിട്ടാണ്. അല്ലേ? കുറേ ക്ലാസ് എടുത്തിട്ടോ അല്ലെങ്കിൽ നിസ്കരിക്കാൻ പറഞ്ഞിട്ടോ നോമ്പൊക്കാൻ പറഞ്ഞിട്ടൊന്നല്ല. അവരെ സംസ്കരിച്ചത് പരിശുദ്ധമായ തൗഹീദാണ് അവർക്ക് നൽകിയത്. ഈ തൗഹീദ് നൽകി അവരെ സംസ്കരിച്ചപ്പോൾ അവർ എവിടത്തേക്ക് എത്തിയെന്നറിയോ? പിന്നെ ലാസ്റ്റ് അവർക്ക് എന്തെല്ലാം സർട്ടിഫിക്കറ്റാണ് കൊടുത്തെന്ന് പറഞ്ഞാൽ അസ്ഹാബി കന്നുജും ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും എന്ന് പറഞ്ഞു. എൻ്റെ സഹാബത്ത് എന്ന് പറഞ്ഞാൽ നക്ഷത്ര തുല്യരാണ്. അവരാര് പിന്തുടർന്നാലും അവർ സന്മാർഗത്തിലായി. അവരാര് പിന്തുടർന്നാലും അല്ല അവരെ കേട്ടോ അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്താലോ അവരാര് പിന്തുടർന്നാലും അവർ സന്മാർഗത്തിലായി. അത്ര വലിയ സർട്ടിഫിക്കറ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് കൊടുക്കുന്നത്. ഈ സഹാബത്ത് ആരാന്നറിയോ? ആദ്യം ഈ ജാഹിലിയ കാലഘട്ടത്തിൽ വിവാഹത്തിൽ ജാഹിലായി നടന്നിരുന്ന അവരെയാണ്. അവർ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ സംസ്കരിച്ച് തൗഹീദ് നൽകി സംസ്കരിച്ചിട്ട് ഇന്ന ഈ രീതിയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ എന്തായിരുന്നു അവസ്ഥ എന്നും ഈ പെൺകുട്ടിയുടെ പറന്ന് വീണ് കഴിഞ്ഞാൽ ജീവനോടെ കൊന്നുമൂടുന്നതൊക്കെ ആ അവസ്ഥയിൽ നിന്ന് പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴല്ല, ഇപ്പം ആത്മഹത്യയൊക്കെ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണമായിരുന്നു ഞാൻ ആഗ്രഹിച്ചതെന്ന്. ഇപ്പോൾ അടുത്ത് തന്നെ കേജ്രിവാൾ ഇപ്പോൾ ഭരണത്തിലേക്ക് വന്നപ്പോൾ മൂപ്പരും പറഞ്ഞത് ഞാൻ ഉമറിൻ്റെ ഭരണമാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണ് ഉമറിനെ ആദ്യത്തെ ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് മാറ്റിയിട്ട് ഈ ഭരണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഹേതുകം എന്നുള്ള മനസ്സിലാക്കിയാൽ അവർക്ക് അറിയാവുന്നതുള്ളൂ. ഇതാണ് തൗഹീദാണ്. ഇത് എവിടെ നിന്നാണ് കിട്ടുക? അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ എനിക്കും അതേപോലത്തെ ഉമറോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഒരു സഹാബത്തിൽപ്പെട്ട കാലാകാലം ഓർമ്മിക്കാനോ അവർ റളിയല്ലാഹു അൻഹു പറയുന്ന അവസ്ഥയിലേക്ക് എനിക്കും വരാൻ പറ്റും. അവരൊക്കെ മുമ്പ് ജാഹിലായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ ജാഹിലിയ വിഭാഗത്തിൽ നിന്ന് ഇത്രയും ബുദ്ധിപരമായ ഇപ്പോൾ ചില പാർട്ടിയിലൊക്കെ നമുക്ക് പോയി കാണാം. പല ബുദ്ധി IPS ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒരുപക്ഷെ അടുത്ത പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ ബുദ്ധി കുറയുന്നതും അവരെ സംസാരമൊക്കെ മാറുന്നത് അതൊന്നും നമുക്ക് വിഷയമല്ല എന്തായാലും. അപ്പോൾ അതേപോലെ ഒരു വിഭാഗത്തിൽ നിന്ന് മറ്റൊരു വിഭാഗത്തിലേക്ക് വന്ന് അവിടുത്തെ സംസ്കരണ പ്രക്രിയ അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ മനോഭാവവും അവരുടെ ചിന്താഗതിയും അവരുടെ ഭരണം അവരുടെ നിയമവും അവരുടെ നീതിയും ആ ബോധമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ തത്തുല്യമായ രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഒരു സത്യമായ പാതയിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഈ വഴി കിട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഗുണം. അത്രയും നല്ല വഴിയിലേക്കാണ് നമ്മളൊരു ലക്ഷ്യം വെച്ച് നീങ്ങുന്നത്. നമ്മളെ വിശ്വാസം വെച്ച് ഇതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗത്തേക്കാണ്. അവർ വിശ്വസിച്ചത് എന്താണ്? ആദ്യം ആരെ വിശ്വസിച്ചെന്ന് ഇപ്പോൾ ചോദ്യം ചോദിക്കുകയാണ്. അള്ളാഹുവിനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലേ? അപ്പോൾ ആദ്യം ചില ആൾക്കാരും അള്ളാഹുവിനെ വിശ്വസിക്കുന്നു, ചില ആൾക്കാരും റസൂലിനെ. ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചാൽ മാത്രമല്ല നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സത്യമാണെന്ന് മനസ്സിലായിട്ട് അള്ളാഹു ഏകനാണെന്ന് പറയുന്നത്. എന്തായാലും അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എന്തായാലും നമ്മളെ വിശ്വാസം ശരിയാക്കണമെങ്കിൽ പരിശുദ്ധമായ തൗഹീദ് സ്വീകരിച്ചിരിക്കണം. അത് കാലാകാലമായിട്ട് നടന്നുകൊണ്ട് വരുന്നതാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പരിശുദ്ധമായ അംബിയാ മുർസലീങ്ങളായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അതിനുശേഷം ഔലിയാക്കളാണ്. അത് അന്നും ഇന്നുമുണ്ട്. ഇന്നത്തെ ഈ പരിശുദ്ധമായ തൗഹീദ് കൈമാറുന്നത് ജീലാനി ഷരീഫിലെ മഹാനായ നായിബ് ഖുതുബ് ഉസ്മാൻ നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിർ ചിശ്തി മഹാനവറുകളാണ്. അവരിൽ നിന്ന് തൗഹീദ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ എത്ര വളരെ നീചമായ പ്രവൃത്തിയിൽ നടന്നുകൊണ്ടിരുന്ന ആളായാലും ഇപ്പോൾ എന്തായാലും കള്ളുകുടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പോൾ പല മയക്കുമരുന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിച്ച് അതിൽ നിന്ന് ഒരു വിധത്തിലും ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്ന് പലവരും വിധി എഴുതിയ ആൾക്കാരൊക്കെ മഹാനവരുടെ കൈ പിടിക്കുന്നതിനോടെ അല്ലെങ്കിൽ അവിടുത്തോട് തൗഹീദ് സ്വീകരിക്കുന്നതിനോടെ അവരെ എല്ലാം മാറി വളരെ ഉന്നതമായ അവസ്ഥയിലേക്ക് എങ്ങനെയാണ് സഹാബത്തിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കരിച്ചെടുത്തത് ആ രീതിയിലേക്ക് ഇവരെ കൊണ്ടുവരാൻ പറ്റുക. അതൊക്കെ നമുക്ക് മുമ്പിൽ കാണുന്ന തെളിവുകളാണ്. അങ്ങനെയൊക്കെ ഇപ്പോൾ ആർക്കെങ്കിലും
വാഗ്ദാനം ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ ഇന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അതിനുശേഷം സംസ്കരിച്ച് ഇന്ന രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് പറയാനൊക്കെ അതൊക്കെ ഇങ്ങനെയുള്ള ഇത്രയും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഔലിയാക്കൾക്ക് മാത്രമേ പറ്റൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മഹാനായ നായിബ് ഖുത്ബ് ഉസ്മാൻ നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി ആലുവ ജീലാനി ഷെരീഫിൽ അവിടത്തോട് സഹവസിക്കുക, അവരിൽ നിന്ന് തൗഹീദ് സ്വീകരിക്കുക. അവരുടെ ഉപദേശം കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് എന്തെല്ലാം മ്ലേച്ഛമായ സ്വഭാവങ്ങളും എന്തെല്ലാം ദുഷ്പ്രവൃത്തികളും ദുശ്ശൈതികളൊക്കെ ഉണ്ടോ അതൊക്കെ മാറി വളരെ അത്യുന്നതമായ യഥാർത്ഥ ഒരു മനുഷ്യനാവുക എന്നുള്ളതാണ്. യഥാർത്ഥ ഒരു മനുഷ്യനാവുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് അവിടുന്ന് എത്തിച്ചേരുന്നു. അവർക്ക് ഒരു നോട്ടം കൊണ്ട് തന്നെ അത് മാറാൻ പറ്റും. അതാണ് അവരുടെ കഴിവ്. ഒരൊറ്റ നോട്ടം കൊണ്ടോ ഒരു സ്പർശനം കൊണ്ടോ അവിടുത്തെ ഒന്ന് കൈ ചുംബിക്കുന്നത് കൊണ്ടോ ഇത്രയും ഉന്നതമായ അവസ്ഥയിലേക്ക് അവർക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മളെന്താണെന്ന് വെച്ചാൽ ഈ ലക്ഷ്യം നമ്മുടേത് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും കിട്ടണം, അഥവാ എൻ്റെ ഈമാൻ നന്നാവണം എന്നുള്ള ലക്ഷ്യത്തിൽ നീങ്ങിയാൽ മാത്രമേ നമ്മളെ വിശ്വാസം യഥാർത്ഥമാവുള്ളൂ. എന്ത് വിശ്വാസത്തിലേക്കാണ് നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നത് അതിലേക്ക് എത്തണമെങ്കിൽ ഇതേപോലത്തെ ഒരു മഹാഗുരുമാരെ പിടിച്ചാൽ മാത്രമേ അതിലേക്ക് എത്തുകയുള്ളൂ. അതുവരെ പല സന്യാസിമാരൊക്കെ നമുക്ക് കാണാം. അവരൊക്കെ പല കാട്ടിലും മലയിലൊക്കെ പോയിട്ടിരുന്ന് അവരിങ്ങനെ അവരുടേതായ തപസ് ചെയ്ത് അവരുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് ബോധോദയം നൽകും. ഇന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് കിട്ടാനുള്ള ആളെ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ മഹാനായ ഖുത്ബ് ഉസ്മാനുകളുടെ അടുത്തും ഇവിടെ നായിബ് ഖുത്ബ് ഉസ്മാനുകളുടെ അടുത്തൊക്കെ വന്നിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അതേപോലെ ഒരാളെ നമുക്ക് ആദ്യം തന്നെ കിട്ടിക്കഴിഞ്ഞാലോ ഇങ്ങനെ ഒരാളാണ്, ഞാൻ നിങ്ങളെ കൈപിടിക്കാൻ റെഡിയാണ്, നിങ്ങളുടെ ഈ ദുനിയാവിലെ മാത്രമല്ല ഇവിടുന്ന് യാത്രയായി കഴിഞ്ഞാൽ ഖബറിലും അവിടുന്ന് അങ്ങോട്ടേക്ക് മഹ്ശറയിലും പിന്നെ മീസാനിലും നിങ്ങൾക്ക് എന്തൊരു കുറവുണ്ടോ ഞാനത് നികത്തിത്തരും, നിന്റെ മീസാന്റെ തൂക്കം കുറവുണ്ടോ അത് ഞാൻ മാറ്റിത്തരും എന്നൊക്കെ മൊഹീദ്ദീൻ ശേഖർ റളിയല്ലാഹുവിനൊക്കെ മൊഹീദ്ദീൻ മാലയിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ അതേ തുടർച്ചയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഒരാളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് അവരെ കാണുക, അവരിൽ നിന്ന് അവരിലെ സ്വഹബത്ത് സ്വീകരിക്കുക, അവരിൽ നിന്ന് തൗഹീദ് സ്വീകരിക്കുക, പരിശുദ്ധമായ ജീവിതം നയിക്കുക, യഥാർത്ഥ മനുഷ്യനാവുക, അതുപോലെ തന്നെ യഥാർത്ഥ മുഅ്മിനാവുക. ഇവിടുന്ന് ചിരിച്ചുകൊണ്ട് യാത്ര അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.